കണ്ടേ ഈ 40 കഴിഞ്ഞിട്ട് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി എന്താണെന്നറിയാമോ? ഈ പരിപാടി. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ ദിവസമായിട്ട് കാത്തിരുന്ന ആ ഒരു ദിവസം, അതായത് 40, ശരിക്കും പറഞ്ഞാൽ ഒരു ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പോലെയായിരിക്കും പലർക്കും ഫീൽ ആവുന്നത്. ആ ഒരു ദിവസമാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണ് മോളുടെ മുടി കളയുന്നത്. ഉത്തമം എഴിഞ്ഞ് കളയുന്നതാണ്, ആക്കി കൊടുക്കുന്നതൊക്കെ. കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായി വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ഇടാം കേട്ടോ. എങ്ങനെ ആര് ബേബിയാ? ബേബി ആരിനെ പോലെയാണ്? ബേബി ആരിനെ പോലെയാടാ? അയച്ചനെ പോലെയാണ്. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. ബിരിയാണിയോ അങ്ങനെ ഒന്നും വെക്കേണ്ട, വെറുതെ പണി കൂട്ടണ്ട, അമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ടെന്ന്. പിന്നെ അവസാനം അമ്മ പറഞ്ഞില്ല, വേണ്ട, കുട്ടികൾക്ക് നെയ്ച്ചോറെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറും കറിയാണ്, ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, ബീഫും മട്ടനും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ആങ്ങളമാരുടെ ഭാര്യമാരെയും കൂടെ ഒന്ന് വിളിക്കാം, അവരവിടെ എന്തായാലും ഒറ്റയ്ക്കല്ലേ, എനിക്കിങ്ങനെ 40 കഴിഞ്ഞിട്ട് ആരും ഇല്ലാതിരിക്കുമ്പോൾ ഒരു രസമില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഉച്ചയ്ക്കാണ് തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞാൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെയും വിളിച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വെള്ളമൊക്കെ എടുത്ത് വെച്ച് തരുന്നുണ്ട്. വെള്ളം സ്റ്റൗവിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ. 40ാമത്തെ അമ്മക്ക് ഭയങ്കര നിർബന്ധമാണ്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, നല്ല ക്ലിയർ ആയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടണം, നന്നായിട്ട് നോക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇന്നും അടുപ്പിൽ തന്നെ വെള്ളം വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഹെയ്സുകുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 40 കഴിഞ്ഞിട്ട് ഇടാൻ പോകുന്ന ഡ്രസ്സൊക്കെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അമ്മ നല്ല പുതിയ ഡ്രസ്സല്ലേ, ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം, തൊടണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തൊട്ടാൽ ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന്, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അറിയായിരുന്നു കേട്ടോ. ശരി, ഞാൻ കുളിക്കാൻ പോട്ടെ. എന്തത് ആവി ബോക്സോ? കുളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗങ്ങളിൽ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഉണ്ട്. ഈ സംഭവത്തിൻ്റെ പേര് നല്ലൊരു മണം വരുന്നൊരു സാധനമില്ലേ, അതാണ് അമ്മ പറയുന്നത്, പൂലാങ്കിഴങ്ങ് എന്നാണ് പറയുന്നത്. അത് പൊടിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കസ്തൂരി മഞ്ഞളും കൂടെ പൊടിച്ചിട്ട് ഇത് മേലേക്കൊന്ന് ജസ്റ്റ് തേച്ചിട്ട് നമ്മുടെ, അതായത് എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടാവും, നല്ല മണമുള്ളൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ സ്മെല്ലൊക്കെ പോകാനും വേണ്ടിയിട്ട് ഏറ്റവും അവസാനം തലയിൽ കൂടെ ഈ വെള്ളം ഒഴിക്കും. അപ്പോൾ അതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. കുട്ടീനെ ആരോഗ്യത്തോടെ കിട്ടിയതല്ലേ, അപ്പോൾ നിസ്കരിച്ച് പഠിച്ചവനോട് നന്ദി അറിയിക്കാം. പിന്നെ ഇതേ കിച്ചണിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇതേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ നെയ്ച്ചോറായിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറിൽ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് കണ്ടാൽ വിടാൻ തോന്നൂലല്ലോ, അപ്പോൾ ഞാനതങ്ങനെ എടുത്ത് ഒരെണ്ണം എടുത്ത് കൈയിട്ടു എന്നൊക്കെ നിങ്ങൾ പറയും, എന്നാലും കുഴപ്പമില്ല, കഴിക്കായിരുന്നു. അപ്പോഴേക്കും അപ്പുറത്ത് ഓയിൽ പോയി കേട്ടോ, എൻ്റെ ഇത് തട്ടിയിട്ട്. പിന്നെ ബാക്കി കറി ഉണ്ടാക്കണ പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ഇറച്ചിക്കറിയും ഒരു ബീഫ് വരട്ടിയതും പിന്നെ നെയ്ച്ചോറാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ ഇത് വന്നിട്ട് എനിക്കുള്ള മട്ടൻ വേറെ ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയ സമയത്ത് ഭയങ്കര ചൂട്, അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ബെഡ്റൂമൊക്കെ അപ്പോഴേക്കും ബെഡ്ഷീറ്റൊക്കെ മാറ്റിയല്ലോ ഒന്ന് നീറ്റാക്കി, അതായത് ബെഡ് മാത്രം ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് മൊത്തത്തിലും എൻ്റെ കൈ വിട്ടു പോയതോടുകൂടെ എല്ലാം അലങ്കോലമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത നമ്മുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ ഗോൾഡൊക്കെ ഇടല്, അതുവരെ നമ്മളെ ഗോൾഡ് ഇടാനൊന്നും സമ്മതിക്കില്ല. പിന്നെ ആ സമയത്ത് നമുക്കും എണ്ണയും കുഴമ്പൊക്കെ തേക്കുമ്പോൾ അതിൽ നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗോൾഡൊക്കെ ഒന്ന് ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോൾഡ് ഓരോന്നായിട്ട് എടുക്കുക. അതായത് നമ്മൾ ഡെയിലി ഇടുന്ന സംഭവങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ, അത് മാത്രമേ ഉള്ളൂ, അത് വേറെ കാര്യം.
അപ്പോൾ ഇത് എൻ്റെ പാർസലാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ ചെയിനും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അതേ ഞാൻ ബേബീനെ തൊട്ടിൽ കിടത്തിയിട്ട് ഞാനൊന്ന് കൺമഷി ഇടാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ കൺമഷിയൊക്കെ ഇട്ടിട്ട്. കൺമഷി ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇപ്പോൾ ഒക്കെ ഒന്നും കണക്ക് തന്നെയാണ്, വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം ഞാൻ ഒന്ന് തടിച്ചിട്ടുണ്ട്. പിന്നെ തടീനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വറി ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു 6 മാസമെങ്കിലും ഓടാൻ ഈ തടി അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ തലയിറങ്ങി വീഴും പാലൊക്കെ കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ നിന്നിട്ടാണ് വെള്ളം കുടിച്ചത്, ഇരുന്നിട്ട് കുടിക്കണം എന്നാണ്. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോവും. പിന്നെ ഈ ഒരു വീഡിയോ ഇല്ലേ കൂടുതലായിട്ട് എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നടന്ന കാര്യം അതേപോലെ ഷൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാതെയൊക്കെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കിക്കോട്ടോ. ക്യാമറ എവിടേക്കോ എനിക്കോ വെക്കുന്നുണ്ട്. ഇതെൻ്റെ പാദസരം ഡബിൾ കളറാണ് കേട്ടോ. അയച്ചോ ഫാൻ ഓഫ് ആക്കടി. കമ്മൽ കണ്ടിട്ടുണ്ടാവില്ല. പുതിയ കമ്മൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കമ്മൽ. വേറെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. മോതിരടാ. മോതിരൊക്കെ കൊള്ളുന്നുണ്ടോ നോക്കട്ടെ. വെച്ച് എന്ത് ആൺകുട്ടികൾ സ്വർണ്ണം ഇടാൻ പാടില്ല. ആൺകുട്ടികൾ നോക്കിയിരിക്കുക. എൻ്റെ അയച്ചൊക്കെ ഞാൻ ഒരു വെള്ളി മാലയോ പ്ലാറ്റിനോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് എൻ്റെ ഒരു ലോക്കറ്റാണ് കേട്ടോ. ഇത് ഡയമണ്ടാണ്. അത് പാസറാണ്. ആൺകുട്ടികൾ ഇടാൻ പാടില്ല. ആൺകുട്ടികൾക്ക് അതൊന്നും ഇടാൻ പാടില്ല. ഇതെൻ്റെ കഴുത്തിലിടുന്ന കുഞ്ഞമാല. ഇതിലാണ് ലോക്കറ്റ് ഇട്ടിട്ട് ഇടുക. ഇതിൽ വച്ചിട്ടിട്ട് ഒന്നും കേൾക്കുന്നില്ല. നമുക്ക് മാല വെച്ച് നോക്കുന്നത്. ഈ മാലയിൽ ഈ ലോക്കറ്റ് ഇട്ടിട്ട് കഴുത്തിൽ ഇവിടെ മാത്രം ഇടാൻ. ഈ 40 കഴിഞ്ഞിട്ട് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി എന്താണെന്നറിയോ? ഈ പരിപാടി കുറേ കാലത്തിന് ശേഷം സ്വർണ്ണം ഇടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അയച്ചു അതിപ്പോൾ നീ എല്ലാം പൊട്ടിച്ച് നശിപ്പിക്കും. മിക്സിയുടെ ഒച്ച കേൾക്കണ്ടേ? ഇത് വിട് നോക്ക്. അയച്ചൊക്കെ നമ്മളെ നാശമാക്കി തരും. ഒക്കെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ലോക്കറ്റൊന്നും എടുത്തേ. മാല അങ്ങോട്ടോട്ട് ഇടാൻ പാടില്ല. ഈ മാല കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ലോക്ക്. അയച്ചും പറയേണ്ടത്. അയച്ചു മിണ്ടാണ്ടിരിക്കേ. മാലയിട്ടോ. കമ്മലെടുത്തേ. അമ്മ ഇതൊക്കെ പോയാൽ കിട്ടൂല കേട്ടോ. ഇവിടെ എൻ്റെ കമ്മല് കമ്മലാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് കമ്മലിടാം. പോടാണ് എൻ്റെ സാധനത്തിന് ഇത് കുഞ്ഞു കുഞ്ഞു സാധനം. ബേബിക്ക് കാതുകുത്തുമ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇത് വാങ്ങാൻ പറ്റില്ല. ഇനി പറഞ്ഞ പോലെ ബേബിക്ക് സ്വർണ്ണം എടുക്കാൻ പോകണം കേട്ടോ. ഞാൻ ഒരു മാല വള ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മിക്സിയുടെ സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ ഞാൻ കമ്മലിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ബ്രേസ്ലെറ്റില്ലേ അയച്ചിട്ട. ഇത് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബേബി ഇല്ല, നമ്മുടെ കൂടെ ഇല്ല. മാറടാ അയച്ചപ്പൻ. ഇതില്ലേ ഞാൻ ഇടുന്ന എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഒരു ലെയർ ചുറ്റും വീണ്ടും ചുറ്റും. അവിടെ അത് ഞാൻ വന്നു വെച്ചോ. അതാ എടുക്കണോ ഞാൻ വന്നു മോളെ. അയച്ചോ ആട്ട്. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റും ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് പാസര കേട്ടോ. കരയണ്ട പറയും ബേബീൻ്റെ അടുത്ത്. കരയണ്ട അയച്ചു പയ്യ ഉണ്ട് പറയും. ബ്രേസ് അല്ല പാസര ഇട്ടെ വലുത് കാര്യം. ബേബി കാലുമുട്ടു നീ മാറി. ആരിതേ കരയേണ്ട ഒരു ശക്തി. ഈ തൊട്ടിലാണ് കേട്ടോ ബേബീനെ ഇടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബേബിക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കണം. അപ്പം ഞാൻ അതൊക്കെ ഇട്ടിട്ട് തരാം. പിന്നെ അതാ നമ്മളെ വലിയ ചെയിന് സംഭവം പൊട്ടിയില്ല. ഏതായാലും ഞാൻ പൊട്ടി.
ബേബിക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാം. അയച്ചു വേണ്ട, അയച്ചു വേണ്ട. അത്ര ഓവൻ്റെ കുട്ടി ഛർദിച്ചുക്കണു. വേ തുണിയണി അയച്ചോ അയച്ചു വേണ്ട. ഷോളൊക്കെ വായിലിടുന്ന അമ്മേൻ്റെ കുട്ടി, അമ്മേൻ്റെ കുട്ടിൻ്റെ ഷോളൊക്കെ വായി. കഴിഞ്ഞു. എങ്ക കൊച്ചനാ കണ്ടേ എന്തെടുത്തു ഉമ്മ? വേണ്ട, ബേബിനെ പോയി ബഹു പറയരുത് പ്ലീസ്. ബഹു പറയരുത്. ബേബി എണിച്ച പിന്നെ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റൂല. ഇനി ബഹു പറയരുത്. ബേബി വാവ ഉറങ്ങട്ടെ കേട്ടാ, നല്ല സുഖമായിട്ട് ഉറങ്ങട്ടെ. അമ്മയ്ക്ക് ഒരു പരിപാടി ചെയ്യാം. അമ്മയ്ക്ക് ഹെയർ ബാൻഡ് വേണം. നിൽക്ക് ഇത് അമ്മയ്ക്ക് ഹെയർ ബാൻഡ് വേണം. ഇതില്ലാണ്ട് നമുക്ക് ഇടാം. ഇതൊക്കെ നമ്മുടെ ചുച്ചുക്കുട്ടീൻ്റെ. നിൽക്ക് അത് വലിക്ക്. ഇത് നീ ഇട്ട് നോക്കണ്ട. നിനക്ക് പെൺകുട്ടികളുടെ സാധനത്തിനോട് അല്ലെങ്കിലും വലിയൊരു താല്പര്യം. ഇത് വലിക്ക് മെല്ലെ ഊര്. ആ ഊര്. ആ ഇനി അതിൽ വെക്ക്. ചുച്ചു വന്നിട്ട് കൊടുക്കാം. അപ്പോൾ തൽക്കാലം അമ്മയ്ക്ക് ഇടാൻ ഹെയർ ബാൻഡ്. അമ്മേൻ്റെ മുടിയൊക്കെ ഒതുങ്ങിയിരിക്കാൻ. ഇടാ നിനക്കല്ലടാ, അമ്മയ്ക്കാടാ. അമ്മയിടാ. ഇത് ഫുള്ളും നമ്മുടെ ചുച്ചുക്കുട്ടിക്കും വേണ്ടിയിട്ട്, ചുച്ചുക്ക് റനാക്ക് ഒക്കെ ഉള്ള സാധനം. ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ബേബിക്കും ടേ. അത് വെക്ക്. അവിടെ വെക്കട സ്വത്തെ. അവിടെ വെക്ക്. നമുക്ക് എന്നിട്ട് പൂട്ടി വെക്കാം. മാറി. ആ നോക്കി ആണ് പരിപാടി. ബീഫ് ഒരു സൈഡ് ആയിക്കൊണ്ടിരിക്കുന്നു, കറി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതോ എൻ്റെ വെച്ചിട്ടില്ലേ ചോറ്. നാളെ വെക്കട്ടാ. വാടയച്ചു നമുക്ക് പോകാം. ഇവരെപ്പോൾ ചോറ് തരാനാണ്? തലമുട്ടും. ബേബി നല്ല സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാണ്. അപ്പോൾ ചോറ് കഴിക്കാൻ പോവാ. അയച്ചൂക്കും അമ്മയ്ക്കും അല്ലേ? മാറി കറി കഴിക്കട്ടെ. മാറി കൈ മാറ്റി. ചൂടുള്ളതിലെ കളി അങ്ങോട്ട് പോടുന്നു. ബടി അയച്ചു മമ്മ തരാം. മമ്മിൻ്റെ മുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബേബി ആരാണ്? അയച്ചു ഒരു വഴി. അമ്മിന് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു വഴി വാങ്ങും. 1 2 3. അയച്ചു ഗുഡ് ബോയ് ആണ്, അറിയോ? 1 2 3. ഗുഡ് ബോയ്. അല്ലോ എൻ്റെ കുട്ടി പാവമാക്കത് വാതിൽ തുറക്കാൻ പോയതാ. ചാടിയ കുട്ടി. ആ സ്വത്തെ അമ്മി തട്ടി തരാട്ടാ. മെല്ലെ പോണ്ടേ. അമ്മി ശരിയാക്കി തരാട്ടാ. അങ്ങനെ ഒരു 3 മണിയാകുമ്പോഴേക്കും നാത്തൂമാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഹേസുക്കുട്ടൻ അവരെ കണ്ടതും ഓടിപ്പോയി ഗേറ്റ് തുറക്കാൻ പോയതായിരുന്നു. പാവം പടോന്ന് വീണ്. എങ്ങനെ വീണ്? അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഹേസ് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ബേബി ഇപ്പോൾ ഉറങ്ങണം. അപ്പോൾ പെട്ടെന്ന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ നിങ്ങൾ കാണുന്ന ദിവസമല്ല കേട്ടോ, 40 കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. പിന്നെ അവരൊക്കെ ദേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചുച്ചുക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ.
ഇറങ്ങാം ഇത് കൂടി തെറ്റ്. ഞാൻ ചുച്ചുമണീൻ്റെ ഹെയർ ബാൻഡ് എടുത്തതാണ്. ഹെയർ ബാൻഡ് അന്ന് ഉടനെ ആരുടെ ഹെയർ ബാൻഡ് നോക്കട്ടെ, ആരുടെ വയറ് കാണുന്നു? ദയാന്റെ വയറ് കാണുന്ന. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ കാണട്ടെ. ഇത് അടുത്തൊരാള്. ഇത് ആങ്ങളുടെ കുട്ടി, ഇത് എൻ്റെ കുട്ടി. കണ്ടടേ. ശരി, യൂണിഫോം ഊരാ. എന്നെ സുന്ദരിയായോ? ചുച്ചു കുറേ ദിവസമായി എന്നെ ഈ കോലത്തിലൊക്കെ കണ്ടിട്ട് അല്ലേ? ശരി, ചുച്ചുക്കുട്ടി സ്കൂളിൽ വിട്ട് വന്നതാണ്. ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ചുണ്ടരി കുട്ടപ്പിയായിട്ട് വരും. ഓക്കെ. അമ്മ മുട്ടടിച്ചില്ല, ബേബിക്ക് മുട്ടടിച്ച്. അത് ദയാൻ. 40 ദിവസം വെക്കുന്നൊരു സംഭവമാണ് അത്ര. ഇവിടെ വന്നിട്ട് പാച്ചോറ് എന്ന് പറയും, അതായത് ചക്കരച്ചോറ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അപ്പോൾ അമ്മ പറഞ്ഞു ശരി അതും കൂടെ മധുരത്തിന് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വൈകിട്ട് ബേബിനെ കൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ ഇക്കാടെ താത്താടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി അത് താളിക്കണം. അപ്പോഴേക്കും ഇതേ കുട്ടികളൊക്കെ പുറത്ത് നല്ല കളിയിലാണ്. എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാൻ പറയും അടുത്ത വീട്ടുകാരൊക്കെ ഓട് പഠിച്ചോന് അംഗനവാടിയുടെ സൗണ്ട് പോലെ ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ തന്നെ ജസ്റ്റ് ഇങ്ങനെ കളിയാക്കാറൊക്കെ ഉണ്ട്. അതായത് സ്വന്തമായിട്ട് ട്രോളല്. അപ്പോൾ ഇതേ കിച്ചണിൽ ചക്കരച്ചോറ് താളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഓടി ചാടി നടന്ന് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വരുമ്പോഴേക്കും അതിൻ്റെ താളിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. മക്കൾ ഊഞ്ഞാലിൽ കളിച്ചിട്ടും ഒക്കെ ആയിട്ട് പുറത്ത് ആങ്ങളമാരും അവരൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഇക്ക വന്നിട്ട് എൻ്റെ ഇക്കാടെ താത്താടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ദേ കണ്ടില്ല ഒരു പാമ്പ്. കുട്ടികളിങ്ങനെ രാത്രി ഇരുന്ന് ഭക്ഷണം കൊടുക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നത് പുറത്തിരുന്ന് കൊടുത്തത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക തരം ഒരു പാമ്പ് എൻ്റെ ബ്രദറിൻ്റെ കുട്ടീൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ വിളിച്ച സമയത്ത് ഞാൻ പോയി നോക്കിയതാണ് കേട്ടോ. ഈ സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഗ്രാഫിക്സിൽ കാണിക്കുന്ന പാമ്പ് പോലെ, ശരിക്കും അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ താത്താടെ വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇക്ക വരാണ്ട് ഇങ്ങനെ കാത്തിരുന്ന് നോക്കിയപ്പോൾ 9 മണി കഴിഞ്ഞു. പിന്നെ ബേബിനെ വെച്ചിട്ട് ആ സമയത്ത് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം പോയത്. ഇൻഷാല്ലാ ആ വിശേഷമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മുടെ മോൾക്ക് വന്ന ഒരു സോക്കിങ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ.